സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് എസൻഷ്യൽ സെക്യൂരിറ്റി ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഇത് ടെർമിനൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ച അടിസ്ഥാന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമാണ്. ട്രെയിനിങ്ങിന് ശേഷം നൽകിയിരിക്കുന്ന ക്വസ്റ്റിനെയർ എല്ലാവരും ഫിൽ ചെയ്യുക. എല്ലാവർക്കും അറിയാം, ടെർമിനലിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സുരക്ഷിതമായ ഒരു സാഹചര്യം അത്യാവശ്യമാണ്. അത് ടെർമിനൽ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. ടെർമിനലിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴും ജോലി ചെയ്യുന്ന സമയത്തും കണ്ണും കാതും തുറന്ന് പരിസരം വീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നമ്മുടെ ടെർമിനലിന്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും CCTV ക്യാമറ നിരീക്ഷണത്തിലാണ്. ടെർമിനലിനുള്ളിൽ PPE, അതായത് ഹെൽമെറ്റ്, ജാക്കറ്റ് ആൻഡ് സേഫ്റ്റി ഷൂസ് മുതലായവ നിർബന്ധമാണ്. എന്തെങ്കിലും സംശയകരമായ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള സെക്യൂരിറ്റി പോസ്റ്റിൽ വിവരം അറിയിക്കണം. ടെർമിനലിന്റെ ഉള്ളിൽ വരുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂസ്. എക്സിബിറ്റ് എൻട്രി പാസ്. ടെർമിനലിൽ പ്രവേശിക്കുമ്പോൾ എൻട്രി പാസ് കാണാവുന്ന വിധത്തിൽ എക്സിബിറ്റ് ചെയ്യണം. നമ്മുടെ പാസ് സിസ്റ്റം സ്പെഷ്യൽ എക്കണോമിക് സോൺ SEZ നിയന്ത്രണത്തിലാണ്. അവിടെ നിന്ന് 3 തരം പാസുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്: 1 ഡേ പാസ്, വീക്ക്ലി പാസ് ആൻഡ് ആനുവൽ പാസ്. ആനുവൽ പാസ് ലഭിക്കാനായി PCC, ഗവൺമെന്റ് ഫോട്ടോ ID പ്രൂഫ്, ഫിൽ ചെയ്ത അക്രഡിറ്റേഷൻ ഫോം എന്നിവ നിർബന്ധമാണ്. ഡിക്ലറേഷൻ ഓഫ് ബിലോങ്ങിങ്സ്. ടെർമിനലിൽ കൊണ്ടുവരുന്ന വസ്തുക്കൾ കൃത്യമായി ഡിക്ലയർ ചെയ്യുക. ഫോളോ ഡെസിഗ്നേറ്റഡ് ട്രാഫിക് ലെയിൻസ്. ടെർമിനലിനുള്ളിലെ ട്രാഫിക് ലൈനുകൾ കൃത്യമായി പാലിക്കുക. യൂസ് ഓഫ് ഹെൽമെറ്റ്സ്. 2 വീലർ യാത്രക്കാർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കേണ്ടതാണ്. ഒബേ സ്പീഡ് ലിമിറ്റ്. ടെർമിനലിനുള്ളിലെ സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യുക. ടെർമിനലിനുള്ളിൽ സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്ററാണ്. ഡിസ്പ്ലേ വെഹിക്കിൾ പാസസ്. വെഹിക്കിൾ പാസുകൾ വ്യക്തമായി വാഹനങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇൻഫോം അബൌട്ട് പൊസിഷൻ ഓഫ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് കൈവശമുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യേണ്ടതാണ്. ഷെയർ സെക്യൂരിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻ വിത്ത് സെക്യൂരിറ്റി. സെക്യൂരിറ്റി സംബന്ധമായ ഇൻഫർമേഷൻസ് സെക്യൂരിറ്റിയുമായി ഉടൻ തന്നെ ഷെയർ ചെയ്യുക. യൂസ് ഓഫ് ടെർമിനൽ വെഹിക്കിൾസ്. ടെർമിനലിനുള്ളിൽ സഞ്ചരിക്കുവാൻ ടെർമിനൽ വെഹിക്കിൾസ് ലഭ്യമാണ്. ഫോളോ ടെർമിനൽ SOPs. എല്ലാവരും ടെർമിനലിന്റെ SOPs ഫോളോ ചെയ്യേണ്ടതാണ്. ഷെയർ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ഫയർ, ഷോർട്ട് സർക്യൂട്ട്. ഫയർ, ഷോർട്ട് സർക്യൂട്ട് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ ഇൻഫോം ചെയ്യുക. ട്രാഫിക് ഡിസിപ്ലിൻ. ട്രാഫിക് ഡിസിപ്ലിൻ പാലിക്കുവാനായി ശ്രദ്ധിക്കുക. പാർക്കിംഗ് ഓഫ് പേഴ്സണൽ വെഹിക്കിൾസ്. പേഴ്സണൽ വെഹിക്കിൾസ് നിർദ്ദേശിച്ചിട്ടുള്ള ഏരിയകളിൽ മാത്രം പാർക്ക് ചെയ്യുക. ദ ഫോറിനേഴ്സ് എൻട്രി. ഫോറിനേഴ്സ് എൻട്രി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടെ മാത്രമായിരിക്കും. ക്യാരി ഓൺലി ഓൺ പാസ്. ടെർമിനൽ എൻട്രിക്കായി സ്വന്തം പാസ് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡോൺസ്. നോ എൻട്രി വിതൗട്ട് പാസസ്. പാസ് ഇല്ലാതെ വന്നാൽ മെയിൻ ഗേറ്റിലെ ഓഫീസിൽ നിന്ന് ടെമ്പററി പാസ് എടുത്ത് ടെർമിനലിലേക്ക് പ്രവേശിക്കുക. Carriage of contraband items. Explosives, narcotic drugs, weapons and alcohol. ഇവയെല്ലാം ടെർമിനലിൽ നിരോധിച്ചിട്ടുണ്ട്. യൂസ് ഓഫ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. ഓവർ സ്പീഡിംഗ്, റിവേഴ്സ് ഡ്രൈവിംഗ്. ഓവർ സ്പീഡിംഗ്, റിവേഴ്സ് ഡ്രൈവിംഗ് എന്നിവ അനുവദനീയമല്ല. സ്മോക്കിംഗ്. സ്മോക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്മോക്കിംഗ് സോണുകളിൽ മാത്രം ചെയ്യുക. നോ ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി. ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, ഡ്രോൺ മുതലായവയെല്ലാം ടെർമിനലിൽ നിരോധിച്ചിരിക്കുന്നു. നോ എൻട്രി അതർ ദാൻ ആക്സസ് പോയിന്റ്സ്. ആക്സസ് പോയിന്റിലൂടെ മാത്രമേ ടെർമിനൽ എൻട്രി അനുവദിക്കുകയുള്ളൂ. തെഫ്റ്റ്. ക്യാരേജ് ഓഫ് ടെർമിനൽ പ്രോപ്പർട്ടീസ്. തെഫ്റ്റ്, അതുപോലെ ക്യാരേജ് ഓഫ് ടെർമിനൽ പ്രോപ്പർട്ടീസ് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവുന്നതാണ്. ഷെയറിംഗ് ഓഫ് കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ്. കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാതിരിക്കുക. നോ റോങ് പാർക്കിംഗ്. റോങ് പാർക്കിംഗ് അനുവദനീയമല്ല. ISPS, ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഷിപ്പുകളുടെയും പോർട്ടുകളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഈ നിയമപ്രകാരം ഇതിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ബന്ധപ്പെട്ട പോർട്ടുകളുടെയും ഷിപ്പുകളുടെയും സുരക്ഷ ആവശ്യമായ അളവിൽ ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്.
ഈ നിയമപ്രകാരം 3 വ്യത്യസ്ത ലെവൽസ് ഉണ്ട്: ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. സെക്യൂരിറ്റി ലെവൽ 1. ലെവൽ 1 നോർമൽ സെക്യൂരിറ്റി ലെവലാണ്. കപ്പലുകളും തുറമുഖങ്ങളും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത് ലെവൽ 1-ലാണ്. സാധാരണയായുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് ഈ ലെവലിൽ പാലിക്കുന്നത്. ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തടസ്സങ്ങളില്ലാതെ തന്നെ ഈ ലെവലിൽ നടക്കുന്നു. സെക്യൂരിറ്റി ലെവൽ 2. ഈ ലെവലിനെ ഹൈറ്റൻഡ് ലെവൽ എന്ന് വിളിക്കുന്നു. ഒരു സുരക്ഷാ ഭീഷണിയോ അപകടമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോഴാണ് ഈ ലെവൽ പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഈ ലെവലിൽ ഏർപ്പെടുത്തും. സുരക്ഷാ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലയളവോളം ഈ ലെവൽ തുടരുന്നതാണ്. സെക്യൂരിറ്റി ലെവൽ 3. ഈ ലെവൽ എക്സെപ്ഷണൽ ലെവൽ എന്ന് വിളിക്കുന്നു. ഒരു സുരക്ഷാ പ്രശ്നമോ അപകടമോ ഉടൻ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നോ ഉറപ്പാകുമ്പോഴാണ് ഈ ലെവൽ പ്രഖ്യാപിക്കുന്നത്. ലെവൽ 3 അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള സമയമാണ്. ഏറ്റവും ഉയർന്ന സുരക്ഷാ നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കും. ടെർമിനലിലേക്കുള്ള പ്രവേശനം ലെവൽ 3 സമയത്ത് കർശന നിയന്ത്രണത്തിലായിരിക്കും. എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെർമിനലിൽ ഒരു സുരക്ഷിതമായ സാഹചര്യം നിലനിർത്താൻ കഴിയും എന്നതിൽ സംശയമില്ല. താങ്ക് യു. ക്വസ്റ്റ്യനെയർ ഫിൽ ചെയ്യാനായി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.